നിറയെ കുരുമുളക് ഉണ്ടായിരുന്നെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ കുറച്ചെണ്ണം ഇപ്പോൾ ഇങ്ങനെ മൂക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഇലയൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും ഇതുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലും നല്ലത് ആ പ്രതീക്ഷ നമ്മൾ ഇത് കണ്ടില്ലേ, അടിഭാഗമൊക്കെ വിരുമ്പിച്ച് പോയതാണ്. അപ്പോൾ ഇനി വെച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ എടുത്ത് ഒഴിവാക്കാം. മറ്റൊരു ബ്രസീലിയൻ തുപ്പല്ലിയിൽ പിടിപ്പിച്ചത് തൈ നടുക, അത്ര തന്നെ. ഇനി കുരുമുളക് ഒരിക്കലും നേരിട്ട് നടുന്ന പരിപാടിയില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമം. പക്ഷെ മേലെ നോക്കിയാൽ പച്ച നിറങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, വരും എന്നുള്ള, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് നിൽക്കണ്ട, നമ്മളതിൻ്റെ അടിഭാഗം ആദ്യം നോക്കിയാൽ മതി. ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് പലരും പറയും നമ്മൾ അതിന് പ്രതിവിധി ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അത് വെറുതെയാണ്, അതിന് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വാട്ടം വന്നു കഴിഞ്ഞാൽ, ഒഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ബുഷ് പെപ്പറിന് ഇത് വല്ലാതെ ബാധിക്കുന്നില്ല. കൂടുതൽ ചട്ടിയിലായിട്ടും പിന്നെ ഉയർന്ന പ്രദേശത്തായിട്ടുമാണ് അതിന് ബാധിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ഒരു പരീക്ഷണത്തിന് അതിൻ്റെ ഇലകളൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, ഇല നുള്ളി വെറും കുരുമുളക് മാത്രമാക്കിയിട്ട്. അപ്പോൾ അതിൽ സംഭവിച്ചാണ്. പിന്നെ ഇത് രണ്ടും ഇവിടെ ഒരു പൈപ്പ് ഇടാൻ വേണ്ടി കീറിയപ്പോൾ അതിന് ചില കമ്പുകൾക്കൊക്കെ വിട്ടുകൊണ്ട്, അപ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് സംഭവിച്ചാണ്. അല്ലാതെ ബുഷ് പെപ്പറിന് അത്ര പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. ചട്ടിയിലാണെങ്കിൽ ഒട്ടും വരില്ല കേട്ടോ. ചട്ടിയിലാണെങ്കിൽ വരുന്ന ഈർപ്പം അപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ നടുന്നൊരു ഒരിക്കലും ഭയപ്പെടണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇത് മറ്റൊരു കരിമുണ്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഇവിടെ നട്ടു കൊടുക്കും. ചട്ടിയിലല്ലെങ്കിലും നമ്മൾ ഇതുപോലെ ഓട് വെച്ചോ മറ്റോ ഉയർത്തി നട്ട് കൊടുത്താൽ, അപ്പോൾ ഇത് നിലത്ത് തന്നെയാണ്, പക്ഷേ നമ്മൾ ഓട് വെച്ചിട്ട് മണ്ണ് ഉയർത്തിയിട്ട് നട്ട് കൊടുക്കണം. അതുകൊണ്ട് നിലദാനത്തിൻ്റെ അതിൽ നിന്ന് ഉയർന്നുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചോർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് ഈ രോഗം ബാധിക്കില്ല. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ മറ്റൊരു വെറൈറ്റി നമ്മൾ നട്ട് കൊടുത്താണ്. ഇവരൊക്കെ ഒരേ വെറൈറ്റിയാണ്. പിന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇപ്രാവശ്യം ഇതിനൊക്കെ എല്ലുപൊടി മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം, ചാണകപ്പൊടിയൊക്കെ. അപ്പോൾ ആ പടം തന്നെ ഇതിൽ ധാരാളമായിരിക്കും. ഇനി വളർന്നു വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൊഴിഞ്ഞ ഭാഗത്ത് കുറച്ച് പച്ചക്കുരുമുളക് നമ്മൾ നുള്ളിയെടുത്ത്, എരിവ് കൂടുതലൊന്നും ഉണ്ടാവില്ല, എന്നാലും മത്തിയിലേക്ക് അയിലയിലേക്കൊക്കെ ബെസ്റ്റാണ്, വെറുതെ കളയണ്ടല്ലോ.